ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. യുഎയിലെ വിവിധ എമിറേറ്റുകളിലായി പെരുന്നാൾ നമസ്കാരം നടന്നു. വിവിധ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ്ഗാഹുകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകുന്നത്. ഒരു മാസം നീണ്ട വ്രത അനുഷ്ഠാനങ്ങൾക്കൊടുവിൽ മുസ്ലിം മതവിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഷവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് റമദാനിലെ 29 നോമ്പുകൾ പൂർത്തിയാക്കി ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. യുഎഇയിൽ എല്ലാ എമിറേറ്റുകളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകൾ നടന്നു. രാവിലെ 6:15 മുതലാണ് യുഎഇയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരവും ആരംഭിച്ചത്. വിവിധ മലയാളി കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈദ്ഗാഹുകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകിയത്. മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും അജ്മാനിലും ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നു. യുഎഇ ഗവൺമെൻറ് നമുക്ക് മലയാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മലയാളത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ഷാർജ ഈദ്ഗാഹ്, പ്രത്യേകിച്ച് 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഹുസൈൻ സലഫിയുടെ മനോഹരമായ കുത്തുബ കേട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന ഈ ഒരു ഈദ്ഗാഹ്. ദുബായ് അൽക്കൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ അബ്ദുസലാം മോങ്ങവും കിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഹുസൈൻ കക്കാടും, അജ്മാനിൽ അജ്മാൻ ഔക്കാഫിൽ ഇമാമായ ഉസ്താദ് ജുനൈദ് ഇബ്രാഹിമും, ഷാർജയിൽ ഹുസൈൻ സലഫിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ലഹരിക്കെതിരെ പോരാടണമെന്ന് തന്റെ കുതുബ പ്രഭാഷണത്തിൽ ഹുസൈൻ സലഫി ആഹ്വാനം ചെയ്തു. ഇത് ലഹരിക്ക് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വർഗമില്ല. മയക്കുമരുന്നിൻ്റെ ദൂഷ്യം അത് മാനുഷികമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള രക്ഷിതാക്കളും അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിലുണ്ടാകണം. പ്രാദേശിക കൂട്ടായ്മകൾ എല്ലാവരും എല്ലാ രാജ്യത്തും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇവിടെ മതമോ ജാതിയോ വർഗമൊന്നും ഇതിനില്ല. ഇത് നമ്മെ തകർക്കുന്ന ഒരു വലിയ അപകടമാണ് എന്ന ചിന്തയോടുകൂടി പ്രാദേശിക കൂട്ടായ്മകൾ രാജ്യത്തൊട്ടാകെ ഉണ്ടാകണം. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ കൈമാറിയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത്. എല്ലാവർക്കും ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഷാർജയിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.